Meanwhile, popular messaging platform WhatsApp has threatened to quit India. റീസെന്റ് വാട്സപ്പ് ഇന്ത്യയില് കോടതിയിൽ ഇത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്യും. എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ചോദിക്കുകയാണ് വാട്സപ്പിന്റെ ഡാറ്റ ഒക്കെ വേണം. അതായത് ആൾക്കാർ ചാറ്റ് ഇപ്പൊ വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. നമ്മൾ ഞാൻ അയക്കുന്ന മെസ്സേജ് ഗ്രൂപ്പ് ചാറ്റ് എനിക്കറിയില്ല, പേഴ്സണൽ മെസ്സേജ് എന്തായാലും എൻക്രിപ്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ അയക്കുന്ന മെസ്സേജും എനിക്ക് അയക്കുന്നൊന്നും വാട്സപ്പിന് പോലും കിട്ടൂല, എൻക്രിപ്റ്റഡ് ആണ്. പക്ഷെ അത് ഇന്ത്യൻ ഗവൺമെന്റ് ഇവരോട് ചോദിച്ചു, ഐടിന്റെ എന്തോ ടീമിൽ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ കേസിന്റെ പല ആവശ്യവും ഡാറ്റ വേണമെന്ന്. ഗവൺമെന്റ് ചോദിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും വാട്സപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞു. അവർ പറയാണ് നിങ്ങൾ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു. ശരി, നമുക്ക് അപ്പോഴും സെക്യൂരിറ്റി ആണോ അല്ല ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഐഫോണും അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ എന്റെ വീഡിയോയിൽ റീലിൽ കണ്ടിരുന്നു, മറ്റേ ഐഫോണിന്റെ ഒക്കെ റീൽ ഐഫോണും പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, വി വിൽ ജസ്റ്റ് ക്വിറ്റ്. അവർക്ക് അത്രേ ഉള്ളൂ. ഡാറ്റ എത്രത്തോളം ലീക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും കടയിൽ പോയിട്ട് നമ്മൾ സാറയില് നാളെ പോയപ്പോ അവർ ചോദിച്ചു ആപ്പ് ഉണ്ടോ, ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 15